കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് റമദാനിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇത് കുറച്ച് ഹെവിയാണ്, കുറച്ച് വലുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് റമദാനിലൊക്കെ ആണെങ്കിൽ ഈ ഒറ്റ എണ്ണം കഴിച്ചാൽ മതി, അപ്പോൾ തന്നെ വയറ് നിറയും. പിന്നെ നമുക്കിത് ചെറിയ രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ചെറുതായിട്ട് ചെറിയ ബ്രെഡ് അല്ലെങ്കിൽ ചെറിയ ബണ്ണൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെറുതായിട്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാനിന്ന് സമൂൻ ബ്രെഡാണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ഇത് കുറച്ച് വലുതായിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ് അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചൂടായ ഒരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ വരെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള, ഒരു ചെറിയ സവാളയാണ് കേട്ടോ, അത് ചേർത്തിട്ട് സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായിട്ട് മാറണം. ഇപ്പോൾ നമ്മുടെ സവാള നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. കളറും ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് സോസേജാണ്. അപ്പോൾ ഞാനൊരു 8 സോസേജ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഐസൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോസേജിന് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കനും ചേർക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ വേവിച്ച ചിക്കൻ ഉണ്ടെങ്കിൽ അതോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ സോസേജ് വെച്ചിട്ടാണ് ഇന്നിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത സോസേജ് ഞാൻ ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് ഈ സോസേജ് ഇതുപോലെ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ നല്ലൊരു മൊരിഞ്ഞ ടേസ്റ്റ് വരണം നമ്മുടെ സോസേജിനെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് ഞാൻ 3-4 മിനിറ്റ് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സോസേജിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട്. ഗാർലിക് പൗഡർ അഥവാ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ആദ്യം കുറച്ച് ഗാർലിക് ചേർത്തല്ലോ, അത് മതിയാവും. എങ്കിലും ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ വരെ പപ്രിക്ക പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. പപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സോസേജിൽ ഉപ്പുള്ളത് കാരണം ഞാൻ വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/3 കപ്പ് വരെ തിക്ക് ക്രീം ചേർക്കുന്നുണ്ട്. തിക്ക് ക്രീമിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ക്രീം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചീസ്, മൊസറല്ല ചീസ് ചേർക്കുന്നുണ്ട്. കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ, ഒരു 1/4 കപ്പ് വരെ. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ ക്രീം ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ക്രീം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂൺ ക്രീം ചേർത്തിട്ടുണ്ട്. 125 ml ഒരു പാക്കറ്റ് തിക്ക് ക്രീം മുഴുവനായിട്ട് ഞാൻ ഇതിലേക്കിപ്പോൾ ചേർത്തിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതെവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഈ ഒരു സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തതും പിന്നെ മല്ലിയില കട്ട് ചെയ്തതുമാണ്. മല്ലിയിലക്ക് പകരം പാഴ്സ്ലി ലീവ്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മയണൈസാണ്. ഞാനിവിടെ നാൻഡോസിൻ്റെ പെരി പെരി മയണൈസാണ് എടുത്തിരിക്കുന്നത്. ഇതുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പെരി പെരി മയണൈസ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സമൂൻ ബ്രെഡ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. സമൂൻ ബ്രെഡിന് പകരം നിങ്ങൾക്ക് സാധാരണ ബ്രെഡ് അല്ലെങ്കിൽ ബണ്ണൊക്കെ വെച്ചിട്ട് ഈ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇത് സമൂൻ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് ക്യാബേജ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ സോസേജിൻ്റെ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല നിറയെ വെച്ച് കൊടുക്കണം, കാരണം സമൂൻ ബ്രെഡ് കുറച്ച് തടിയുള്ളതാണല്ലോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം ഫില്ലിങ് ആവശ്യമുണ്ട്. ബ്രെഡിലൊക്കെ വെക്കുന്ന പോലെ കുറച്ച് വെച്ചാൽ മതിയാവില്ല, നല്ലോണം ഉണ്ടെങ്കിലേ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മുകളിൽ ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ മയണൈസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ, കൂടുതൽ മയണൈസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാൻ മുകളിൽ കുറച്ച് ഇടുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഏറ്റവും മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. സോസേജ് വെച്ചിട്ടായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പണി തീരും. ഒരു 10-15 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സോസേജിന് പകരം നിങ്ങൾക്ക് ചിക്കൻ, ബീഫ് എന്ത് വെച്ചിട്ടും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്